ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഏറ്റവും അധികം തവണ കണ്ട പടങ്ങളിലൊന്ന് സുവർണരേഖയാണ്. കാരണം അതിൻ്റെ ഒരു പ്രിൻ്റ് 35mm പ്രിൻ്റ് എല്ലാ ഫിലിം സൊസൈറ്റിക്കും സൗജന്യമായി കിട്ടുന്ന രീതിയിൽ കോഴിക്കോട് സുലഭമായി സൂക്ഷിച്ചിരുന്നു. അപ്പോൾ വിദേശ സിനിമകളൊക്കെ എംബസിയിൽ നിന്നും വരാൻ കാലതാമസം നേരിട്ടാൽ അപ്പോൾ നമ്മൾ കാണിക്കുന്ന പടം സുവർണരേഖയായിരിക്കും, അല്ലെങ്കിൽ അരവിന്ദൻ്റെ ഉത്തരായണം. ഘട്ടക്കിൻ്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഘട്ടക്കിൻ്റെ അധിക സിനിമകളുടെയും ഉത്ഭവം, അതിൻ്റെ പരിസരം ഒക്കെ അതാണ്. വിഭജിക്കപ്പെട്ട ബംഗാൾ, അതിൻ്റെ ദാരുണമായ വശങ്ങൾ, മനുഷ്യജീവിതങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ. ഒരു ഭാഗത്ത് സത്യജിത് റായും ബെർണാഡ് സെന്നും ഒക്കെ തന്നെ ബംഗാൾ സിനിമയിൽ അടക്കി ഭരിക്കുന്ന ബംഗാൾ സിനിമയെ ലോക നിലവാരത്തിൽ തന്നെ കൊണ്ടുവരുന്ന സമയത്ത് അതേപോലെ തന്നെ ഘട്ടക്കിൻ്റെ ഒരു ഓഫ് ബീറ്റ് രീതിയാണ് പലരെയും ആകർഷിച്ചത്. എന്നെയും ആകർഷിച്ചത് ഘട്ടക്കിൻ്റെ ഒരു വ്യവസ്ഥാപിതമല്ലാത്ത സിനിമാ സമ്പ്രദായമാണ്. സിനിമാ ചിത്രീകരണ സമ്പ്രദായം, സിനിമയുടെ കണ്ടൻറ്റ്, സിനിമ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഇതൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടക്കിൻ്റെ